എന്ത് ചെയ്യായിരുന്നു? സിമ്മ് മാറ്റിയിടട്ടെ. അതാണ് ചെയ്തോണ്ടിരുന്നേ. അതെ. അതിനു മുമ്പെയോ? അതിന് മുന്നല്ല, ഇന്ന് കിടന്നുറങ്ങി. അതിനു മുമ്പെയോ? ഇന്ന് ഓഫീസിൽ വന്ന് ഒരു 12 മണി ഇന്ന് ഓവർ ടൈം ചെയ്തു. അതിനു മുന്നെയോ? അതിന് രാവിലെ നീട്ടിട്ട് 12 മണിക്ക് പോയി രാത്രി. അതിന് മുന്നേ നനക്ക് അതിന്റെ മുന്നെയോ? പറയൂ. കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ച് കിടന്നാ. കുളിച്ചോ? കുളി കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും ഭക്ഷണം കഴിക്കണം. ഇന്നൊരു പാർട്ടി ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട്. പോണോ പോണ്ടേ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ആണോ? പിന്നെ പറയൂ. തന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. ഞാൻ ഞാൻ മേലെ ടെറസ് പോയിണ്ടായിരുന്നേ. ഞാൻ ടെറസ് പോയിട്ടാ വന്നേ. എന്റെ തുണി അവിടെ ഉണക്കായിട്ടുണ്ടാവും. എന്റെ ടീഷർട്ട് 2 പുതിയ 2 ടീഷർട്ട് ഇല്ല. അന്ന് ഞാൻ വന്നില്ലേ, അന്ന് ഞാൻ ടീഷർട്ട് ഓർമ്മ ഉണ്ടോ നിനക്ക്? റെഡ് കളറ്. ആ റെഡ് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടായിരുന്നു. ആ റെഡ് ടീഷർട്ട്. അപ്പൊ അത് മേലെ ഉണ്ടായിരുന്നു. ആ ഇരിക്കാൻ പോയതാ. അത് നോക്കുമ്പോ കറണ്ട് മേലെ പോയപ്പോ കപ്പിൾസ് 2 പേര് കിസ് ചെയ്യാം. തന്നെ ഓർമ്മ. ആവശ്യമില്ലാടത്തേക്ക് നോക്കാമോ? അല്ല, ഞാൻ ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കാമോ? ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഒന്ന് കുനിച്ചു നോക്കിയതാ. ആര് നോക്കാൻ? എന്താ പിന്നെ നോക്കിയാ? നോക്കാമോ അങ്ങനെ? പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ശരി വിളിച്ചു നോക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും കിട്ടുകയും ചെയ്തു. എന്നെ വേറെ വരൂലേ? അവരെന്നെ കണ്ടിട്ടില്ല. അവരായാലും നോക്കിയിരിക്കുക. എന്നാലും നോക്കാമോ? ശരി, അടുത്ത പ്രാവശ്യം പോലും നോക്കുന്നില്ല. ഞാൻ ത്രെഡ് ചെയ്തു. പറഞ്ഞോ? എന്തോ ത്രെഡ് ചെയ്തു അന്ന് പറഞ്ഞല്ലോ. പോയിട്ടല്ലേ പറഞ്ഞേ? പോയിണ്ടായിരുന്നു. എനിക്കെന്താ ഞായറാഴ്ച പറഞ്ഞാലല്ലേ? തിങ്കളാഴ്ച ക്ലാസ്സിൽ പോകണ്ടല്ലോ. അതിന്റെ തന്നെ ബെഡ് അറിഞ്ഞു. ചെലവ് കൊണ്ട് വന്നാ നിന്നോട് ഞാൻ പറഞ്ഞ വരുന്നില്ല. ഞാനത് പറഞ്ഞു. പിന്നെ എന്റെ പിറ്റേ ദിവസം തന്നെ ചെലവ് കൊടുക്കും. ഞാൻ 2 കഴിഞ്ഞിട്ട് എന്നാ നാട്ടിൽ കയറുന്നേ? ഞാൻ വരുന്നുണ്ട് കേട്ടോ. പൂജ കൊള്ളുന്നുണ്ട്. കാണാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മിക്കവാറും 11 തിരിച്ചു പോയല്ലോ. അപ്പൊ തിരിച്ചു പോയല്ലോ. ഞാൻ അങ്ങോട്ട് ഇനി എന്നാ പോണം തീരുമാനിച്ചു. വീട്ടിലേക്ക് എന്നാ പോണം തീരുമാനിച്ചില്ല. തിരിച്ചു വരുമ്പോ 16 ആവും. 16 ഞാനൊരു 11. ഞാനപ്പോ 9-ാം തീയതി 7-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി ആയിട്ടാ. അതാണ് ശനി ഞായർ. ശനി ഞായറില്ല. എന്നെ കാണാൻ പറ്റില്ല. പിന്നെന്താ അറിയൂ? ഇങ്ങനെ ഇറങ്ങിയിരുമ്പോ ഞാൻ ഇങ്ങനെ വന്ന ദിവസം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വരുമായിരുന്നു. ഓരോ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എവിടുന്ന് തുടങ്ങിയ കഥ ഇവിടെ ചെന്നല്ലേ അവസാനിച്ചത്. ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്നത് ഓർക്കുണ്ടോ? ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്ന് ഓർക്കുണ്ടോ? മഴയുള്ളപ്പോ ജ്യോതി എന്നെ അതുവരെ ആക്കിയെന്ന് പറഞ്ഞില്ലേ വീടിന്റെ അകത്ത്? ഓർമ്മയുണ്ടോ? അച്ഛമ്മ പവർച്ചടിച്ചോ? പിന്നെന്താ ഇതൊന്ന് പറയൂ. പിന്നെന്താ പറയൂ. ഞാനിങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് ആകെ ഒരു റൊമാൻറ്റിക് ഫീലിൽ ഇങ്ങനെ ഇറങ്ങി വന്നതാ. അപ്പൊ എന്നോട് സംസാരിക്കും അറിയാല്ലേ? റൊമാൻറ്റിക് ഫീലിലാണോ? യെസ്. ഇനി ഈശ്വര ഇങ്ങനെ നിലനിൽക്കില്ല. അവിടെ ആൾക്കാർ കേൾക്കില്ലേ?
ആൾക്കാരോടൊക്കെ ചെവി വന്നാൻ പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉം? ആയിക്കോട്ടെ. അപ്പൊ ആരും കേൾക്കില്ല. അപ്പൊ ആരും കേൾക്കില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും കാണണം കേട്ടോ. എന്താണ്? എനിക്ക് ഹോളിഡേസിന് വന്ന് എന്തായാലും കാണണം. എനിക്ക് അന്ന് ഓണത്തിന് ഞാൻ ഒരു കാര്യം പകുതി വെച്ച് നിർത്തിയില്ല, എന്ന് മുഴുവനായിരുന്നു. ഓണത്തിന് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പകുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അതിനൊന്ന് മുഴുവനാക്കണം. അതെന്താ? എന്താന്ന് ഓർമ്മയില്ല? ഓർമ്മയില്ലെങ്കിൽ വേണ്ട വിട്ടോളാ. ഐ ലവ് യു. എന്താന്ന് ഓർമ്മയില്ല? അന്ന് എന്നോട് ഫീൽ വേണമെന്ന് പറഞ്ഞത് ഓർക്കുണ്ടോ? മറന്നു. എനിക്ക് ഒരു വലിയ പാക്ക് ചോക്ലേറ്റ് കിട്ടി. എവിടുന്ന്? എന്റെ ബർത്ത്ഡേക്ക് എന്റെ ക്ലാസ്സില് 2 പിള്ളേര് തന്നതാ. പിന്നെന്താ? കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ ഞാൻ രണ്ടാമത് കോൾ വിളിച്ച് വെച്ചപ്പോ 8 മണി സമയത്ത് കോൾ വെയിറ്റിംഗ് ആയിരുന്നല്ലോ. ഋഷി വിളിച്ചായിരുന്നോ? പിന്നെന്താ നോക്കാലോ പണ്ടത്തെ. അല്ല അതൊക്കെ ശരിക്കും നമുക്കത് ഷോക്കേസിൽ വെക്കണമായിരുന്നു. യെല്ലോ നൈറ്റി, ആ ഡാർക്ക് ബ്ലൂ നൈറ്റി. വേറെ പിന്നെന്താ പറയൂ. ഭാവി പരിപാടി എന്താ? എന്താണ് ഡിഗ്രി കഴിഞ്ഞാൽ PG ഒന്നെങ്കിൽ PGക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ PG കഴിയുമ്പോ കല്യാണം കഴിക്കണം. ആണോ? ഞാനും വീണ്ടും പഠിക്കണം. തയ്യാറാവണ്ടേ ആ ടൈമിൽ കല്യാണം കഴിക്കണമെങ്കിൽ? എന്നാ വേണ്ട, PG ഒക്കെ കഴിഞ്ഞ് 10-29 കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിച്ചാൽ മതി. അയ്യോ, അത്ര വേണ്ട. എന്താ അത്ര മതി? നീ ഒരു ടൈം പീരീഡ് പറ. അപ്പത്തേക്കും എനിക്ക് എന്റെ കാര്യങ്ങൾ നമുക്ക് റെഡി ആവല്ലോ. നമുക്ക് പതുക്കെ കല്യാണം കഴിക്കാം. എന്തോ കല്യാണം കഴിച്ചു സദ്യ കല്യാണം കഴിക്കാം. എന്തിനാ പതിയെ കല്യാണം കഴിക്കുന്നത്? എന്തിനാ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത്? കുറച്ച് കാലിങ്ങനെ ലൈനിച്ച് കല്യാണം. എന്തുവാ? കുറച്ച് കാലിങ്ങനെ ലവേഴ്സായി നടന്ന് കല്യാണം കഴിക്കാം. കുറച്ചു കാലം നമുക്ക് ലവേഴ്സായി നടക്കാം. അത് ഞാൻ പറഞ്ഞ ഐഡിയ അല്ലേ? അത് എന്നോട് തന്നെ പറയുന്ന. അത് ഞാൻ എടുത്തു ഇപ്പൊ തൽക്കാലം. പിന്നെന്താ കല്യാണം കുട്ടോടോ നല്ല നീന്തുള്ള കുഞ്ഞാണോ? ഏട്ടൻ പറയൂ. അതിപ്പോ എങ്ങനെ ഞാൻ പറയാം? നിനക്കിപ്പോ പഠിക്കാണ്ടെങ്കിൽ നീ പഠിക്കണം, ജോലി ചെയ്യാനൊന്നുമില്ല. അതില്ല, എന്നാലും ഒരു ഗ്യാപ്പ് വരില്ലോ. ഗ്യാപ്പ് എന്തിനാ വരുത്തണം? അത് കണ്ടിന്യൂ ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. പിന്നെന്താ പറയൂ. നമ്മള് അല്ലെങ്കിൽ തെറ്റന്നെ പിന്നാവില്ല. കാരണം അച്ഛമ്മയ്ക്കും അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ ആദ്യമായിട്ട് പേരക്കുട്ടിയെ അന്ന് പറഞ്ഞ കാര്യം ഓർക്കുണ്ടോ? ഒരു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. രാവിലെ കെട്ടുക, പിന്നെ ഓർക്കുന്നില്ല? എന്ത് രാവിലെ അത് കഴിഞ്ഞ അത് ഓർക്കുന്നില്ലേ? നമ്മൾ ആരുന്നേനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ തന്നെ റെഡിയാക്കാൻ കൊടുക്കണ്ട കേട്ടോ.
എന്തുവാ? ഈശ്വരന്മാരെന്ന് പറഞ്ഞതാ. എന്തേ വേണ്ടേ? ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ആദ്യം വയസ്സായിട്ടേക്കണേ. എന്തുവാ? ഞാൻ പ്രഗ്നന്റ് ആയിട്ടേ